ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഹലുവയുടെ ഒരു റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇതിലേക്ക് വേണ്ട സാധനങ്ങളെന്ന് നോക്കാം. അതിനായിട്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിസ്ത, പിന്നെ ബദാം ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്ത് കലക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കളറിനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ നാച്ചുറൽ കളറിന് വേണ്ടിയിട്ട് ബീറ്റ്റൂട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 2 ഏലക്ക പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെളുത്ത എള്ള് ഇവിടെ ചെറുതായിട്ട് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മോൾഡ് നെയ്യൊക്കെ പുരട്ടി റെഡിയാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഹലുവ ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് നല്ല കട്ടിയുള്ള കഞ്ഞിവെള്ളമാണ്. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കിയ ചോറിൻ്റെ കഞ്ഞിവെള്ളമാണ് ഞാൻ ഇന്നെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലാണെന്ന് നമ്മളിപ്പോൾ ഹലുവ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഇത് മട്ട അരിയുടെ കഞ്ഞിവെള്ളമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് അരി വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ നല്ല കട്ടിയുള്ള വെള്ളമായിരിക്കണം എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇളക്കിയിട്ട് ഇത് ശരിയാവാൻ ഭയങ്കര പാടാവും. അതുകൊണ്ട് നല്ല കട്ടിയുള്ള വെള്ളം മാത്രം എടുത്താൽ മതി. ഇപ്പോൾ ഞാൻ സ്റ്റൗ ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല നാച്ചുറലായിട്ടുള്ള കളറിന് വേണ്ടിയിട്ട് നമ്മൾ ബീറ്റ്റൂട്ടാണ് മുറിച്ചിട്ടിട്ട് കൊടുക്കുന്നത്. ഫുഡ് കളറൊക്കെ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഹലുവയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. പക്ഷേ നമ്മുടെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. നാച്ചുറലായിട്ടുള്ള കളറിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യാം. പിന്നെ ബീറ്റ്റൂട്ട്, ക്യാരറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നല്ല നമ്മുടെ ആരോഗ്യത്തിനും നല്ലതാണ്, കാണാനും നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ കഞ്ഞിവെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ബീറ്റ്റൂട്ട് അതിലൊന്ന് കിടന്ന് വേവുമ്പോൾ അതിലെ കളറൊക്കെ കഞ്ഞിവെള്ളത്തിലേക്ക് ഇറങ്ങി വരും. അപ്പോൾ ഇതാ കഞ്ഞിവെള്ളത്തിൻ്റെ കളറൊക്കെ ഇപ്പോൾ മാറി. മട്ട അരിയുടെ വെള്ളത്തിന് തന്നെ വേറൊരു കളറാണ്, അതിൻ്റെ തവിടിൻ്റെ ഒക്കെ ഒരു കളറുണ്ട്. ഇതിപ്പോൾ അതിലും കുറച്ചും കൂടെ ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് കുറച്ച് നേരം ഇതിലിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ഇതിലേക്ക് ഇറങ്ങി വരട്ടെ. ബീറ്റ്റൂട്ടൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിൽ കളറൊക്കെ ഇതിലേക്ക് കഞ്ഞിവെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബീറ്റ്റൂട്ട് ഇതിലേക്ക് നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മൾ ബീറ്റ്റൂട്ട് മുഴുവനായിട്ടും ഇതിൽ നിന്ന് എടുത്ത് മാറ്റി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഇപ്പോൾ ഞാൻ ഇവിടെ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നെയ്യൊക്കെ ഒഴിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാരയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 2 ഏലക്കായ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഇട്ട് കഴിയുമ്പോൾ ഇതൊന്നും കൂടെ ഇതുപോലെ ഒന്ന് ലൂസായിട്ട് വരും. അപ്പോൾ അത് കാര്യമാക്കണ്ട, അതൊന്നും കൂടി കുറച്ച് കഴിയുമ്പോൾ ഒന്ന് നന്നായിട്ട് വറ്റി വരും. അപ്പോൾ നന്നായിട്ടൊന്ന് വറ്റി വരുന്നവരെ കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കാനുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്ന് ഇതിൻ്റെ കളറൊക്കെ തന്നെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ ഒന്ന് നന്നായിട്ട് കുറുകി വരാനുണ്ട്. ഈ സമയത്ത് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ആകെ നമ്മളൊരു 4 ടേബിൾ സ്പൂൺ നെയ്യാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് കുറുകി വരുന്നുണ്ട്.
ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എള്ള്, വെളുത്ത എള്ളാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എള്ള് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പിസ്തയും ബദാമും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിതിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏത് നട്ട്സ് വേണമെങ്കിലും ഇതിൽ യൂസ് ചെയ്യാം. ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടി കൂടും. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ്. അത് ചെറിയ തീയിൽ ആദ്യം വെച്ചതിന് ശേഷം വേണം ഇത് ഇളക്കി കൊടുക്കാനായിട്ട്, ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കട്ടയാവും. അപ്പോൾ അതുകൊണ്ട് ചെറിയ തീയിൽ ആദ്യം തന്നെ വെക്കണം. എന്നിട്ട് അതിന് ശേഷം ഇത് ഒഴിച്ചതിന് ശേഷം തുടർച്ചയായിട്ട് ഒരിത്തിരി നേരം ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. കോൺഫ്ലവർ ഒഴിച്ചപ്പോൾ തന്നെ ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് കട്ടയായി വരുന്നുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് ഇനി നെയ്യൊക്കെ ഒന്ന് തെളിഞ്ഞ് വറ്റി വരും. അതുവരെ നമുക്കൊന്ന് തുടർച്ചയായിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കാനുണ്ട്. ഇതാ ഇപ്പോൾ ഇവിടെ നമ്മുടെ ഹൽവ ഏകദേശം ഒന്ന് റെഡിയായി വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഇത് കട്ടിയായിട്ട് വരുന്നുണ്ട്. പാത്രത്തിൽ നിന്നൊക്കെ ഇതുപോലെ വിട്ട് വരുന്നുണ്ട്. നെയ്യൊക്കെ ഒന്ന് തെളിഞ്ഞ് കുറച്ചും കൂടെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിലിപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ ഒഴിച്ച നെയ്യൊക്കെ ഒന്ന് ഏകദേശം തെളിഞ്ഞ് വരുന്നുണ്ട്. കുറച്ചും കൂടെ ഒന്ന് വെള്ളം വറ്റി വരാനായിട്ടുണ്ട്. അപ്പോൾ അവസാനമായിട്ട് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കൂടി നമുക്കിതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഈ പാത്രം നന്നായിട്ട് ചൂടായിട്ട് വന്നതുകൊണ്ട് ഞാനിതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടാണ് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ഞാൻ ആ പാത്രത്തിൽ നിന്ന് ഇതുപോലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലേക്ക് മാറ്റി കൊടുത്തു. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വന്ന് നെയ്യൊക്കെ നല്ല നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹലുവ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ചൂടോടുകൂടെ തന്നെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മോൾഡിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കൊന്നും ആക്കിയിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഇത് സെറ്റായിട്ട് വരും. അധിക സമയമൊന്നും വേണ്ട. പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് മോൾഡിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റും. നന്നായിട്ടൊന്ന് ഒരു സ്പൂണിൽ നെയ്യോ എന്തെങ്കിലും ഒന്ന് പുരട്ടിയതിന് ശേഷം ആ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്നായിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാം. നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ കഞ്ഞിവെള്ളവും പിന്നെന്താ ബീറ്റ്റൂട്ട്, കോൺഫ്ലോർ എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഹൽവ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ വീട്ടിലെല്ലാവരും തയ്യാറാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. വീണ്ടും കാണാം. ബൈ.